ഹലോ ആൻഡ് വെൽക്കം ടു ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഗോഡ്സി. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, നല്ല വിഭവസമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വേണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയാനായിട്ട്. വിഭവസമൃദ്ധം എന്ന് പറയുമ്പോൾ മെയിൻ കോഴ്സ് ഒന്നേ ഉള്ളൂ കേട്ടോ, ഇഡ്ലി. പക്ഷേ ദ സൈഡ് ഇന്ന് ഒന്നും രണ്ടും അല്ല, 4 വെറൈറ്റി ഉണ്ട്. സാമ്പാർ, ചട്നി, ചട്നി ആൻഡ് എഗെയിൻ ചട്നി. സോ അയ്യോ, ഞാൻ ഇത്രയും വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആരുടെയും മനസ്സിൽ ലെവലേശം അങ്ങോട്ട് വേണ്ട കേട്ടോ. അതങ്ങ് തുടച്ച് മായച്ചങ്ങ് കളഞ്ഞേക്ക്. കാരണം ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത് സംഭവിച്ചു പോയതാണ്. ഞാൻ വിവരിച്ചങ്ങോട്ട് പറയാം. സാമ്പാറും ചട്നിയും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അല്ല, സാമ്പാറും ചട്നി, ഇനിയൊരു ചട്നിയും കൂടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ ചട്നി ഞാനിത് ഇനി ഇവിടെ കഴിക്കാനും പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ കൂടെ അങ്ങോട്ട് കുറഞ്ഞു പോകണ്ടല്ലോ എന്നോർത്താണ് ഈ ഗ്രീൻ ചട്നിയും കൂടെ ഞാൻ ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് അഡീഷണലായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തത്. പക്ഷേ അവസാനം കുറെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബാംഗങ്ങളുടെ കഥയില്ലേ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് ചിലപ്പോൾ കാര്യമായിട്ട് അങ്ങോട്ട് കഴിക്കും, ചിലപ്പോൾ അതാ ഉണ്ടാക്കിയത് ഏറെക്കുറെയൊക്കെ അവിടെയൊക്കെ തന്നെ അങ്ങോട്ട് ഇരിപ്പുണ്ടാവും. പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് 2 വെറൈറ്റി എന്തായാലും ഇവിടെ പതിവായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരു സാമ്പാറും പ്ലസ് ചട്നി, അല്ലെങ്കിൽ 2 വെറൈറ്റീസ് ഓഫ് ചട്നീസ്, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി. ആദ്യം ഇവിടെ പതിവാണ്. പിന്നെ ഇഡ്ലി മാവ് എപ്പോഴും കരുതും തണുപ്പുള്ളപ്പോൾ വേഗം അരച്ചു വെക്കണം, പക്ഷെ മിക്കപ്പോഴൊക്കെ തന്നെ താമസിച്ചു പോകും. പക്ഷെ ഇന്നലെ എന്തോ ഞാൻ 5 മണിക്ക് തന്നെ അരച്ചു വെച്ചു. അപ്പോൾ നല്ലവണ്ണം തന്നെ രാവിലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇഡ്ലി. മാവ് കണ്ടാലറിയില്ലേ പിന്നെ ഇഡ്ലിയുടെ സോഫ്റ്റ്നെസിന്റെ കാര്യം, നിസ്സംശയം. പിന്നെ ഇഡ്ലി താമസിച്ച് അരച്ചു വെച്ചാലും തണുപ്പത്ത് നമുക്ക് പൊക്കിയെടുക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ വാച്ച്. ബ്രൗൺ റൈസ് ഇഡ്ലിയാണേ. സാമ്പാർ ഇതെന്താ തൊട്ട് നിൽക്കാൻ വിളമ്പുന്നു എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി വിളമ്പുന്നതാണ്. ഈ ഒരു വീഡിയോ ആണ് ഞാൻ സമ്പൂർണ്ണമായിട്ട് ഉണ്ടാക്കി അന്ന് തന്നെ അങ്ങോട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഗോഡ്സി, ഏതായാലും കുറച്ച് പുരോഗമനമൊക്കെ ഉണ്ട് കേട്ടോ. സ്വയം അങ്ങോട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചതാണ്. എന്നാലും ഇത് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് വല്ല എഡിറ്റ് ചെയ്ത് തീരുമോ എന്ന് കണ്ടറിയണം. അപ്പൊ എങ്ങനെയാ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോയി കളയരുത് കേട്ടോ. പ്ലീസ് ലൈക്ക് and see you again with a nice video. This is Godsi from Godsi's Version Malayalam. Thank you and bye bye.